ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ പബ്ജി ബഗിയുടെ ഒരു ക്യുക്ക് റൺ ടെസ്റ്റാണ്. ഇപ്പോൾ ഒരു ടോയ് ഗ്രേഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതലൊന്നും എക്സ്പെക്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും നമുക്കിവിടെ കുറച്ച് സ്പേസ് ഉണ്ട്. ഇപ്പോൾ മഴയൊക്കെ മാറിയതുകൊണ്ട് നമുക്ക് അവിടെ ഇട്ടൊന്ന് ഓടിച്ചു നോക്കാം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രൊപ്പോഷണൽ ഗിയറിങ്ങോ അങ്ങനെയുള്ള സ്റ്റിയറിങ്ങും ത്രോട്ടിലൊന്നുമില്ല. ഫുള്ള് സ്വിച്ച് കൺട്രോൾസാണ്. അതായത് ഫുള്ളേ ഉള്ളൂ. നമുക്ക് കണ്ടോ, എത്ര തിരിച്ചാലും കുറച്ചൊന്നും തിരിയില്ല, ഫുള്ളായിട്ട് തിരിയും. സോ ഇതൊരു പ്രോപ്പർ ടോയ് ഗ്രേഡ് എന്ന് തന്നെ പറയാം. പക്ഷേ ആ ഒരു ഒറ്റ ലുക്ക് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ സാധനം ശരിക്കും പറഞ്ഞാൽ എടുത്തത്. നമുക്ക് കണ്ടതിന് ശരിക്കും നമ്മുടെ പബ്ജിയിലുള്ള ബഗ്ഗി പോലെ തന്നെയായിട്ട് തോന്നും. സോ നമുക്ക് എന്തായാലും ഇയാളെ താഴത്തേക്ക് ഇറക്കി വിട്ടിട്ട് നമുക്ക് എന്തായാലും ഓടിച്ചു നോക്കാം. സ്പീഡ് എന്തോരം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ സ്പീഡ്. ഫുൾ സ്പീഡാണ് ഇപ്പോൾ കണ്ടത്. ഇപ്പോൾ നമ്മൾ ഒറ്റ കയ്യിലാണ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. കൺട്രോൾസ് ഇത്തിരി ശോകമാണ്. കാര്യം നിങ്ങൾക്കറിയാം, ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്രൊപ്പോഷണൽ അല്ലാത്തതുകൊണ്ട് തന്നെ കൺട്രോൾസ് നമുക്ക് അത്രമാത്രം കറക്റ്റാണെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. അത്യാവശ്യം റേഞ്ച് കിട്ടുന്നുണ്ട്. പക്ഷേ ഇതിപ്പോൾ കണ്ടോ, ഇടയ്ക്കൊന്ന് കിടന്ന് വണ്ടി തന്നെത്താനെ കറങ്ങുന്നുണ്ട്. നമ്മളൊന്നും ചെയ്തിട്ടില്ല. സ്റ്റിയറിംഗ് ഒക്കെ ശോകമാണ്. മണ്ണിലപ്പോൾ എന്തായാലും ഇത് കറക്റ്റായിട്ട് ഓടില്ല. നമുക്ക് എന്തായാലും സ്മൂത്ത് സർഫസിലേക്ക് എന്തായാലും ഒന്ന് ഓടിച്ച് കയറ്റി വെക്കാം. അതുപോലെ തന്നെ ത്രോട്ടിലാണെങ്കിൽ പോലും കണ്ടോ, സ്വിച്ചാണ്. നമുക്ക് സ്പീഡ് കൺട്രോളോ കാര്യങ്ങളോ ഒന്നുമില്ല. അതിൽ പ്രൊപ്പോഷണലായിട്ട് ഈ സാധനത്തിൽ ഒന്നും തന്നെ ഇല്ല. ഓക്കെ, ചെക്കായി. ഇപ്പോൾ പ്രൊപ്പോഷണൽ അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് തിരിക്കലൊക്കെ ഒരു ഇത്തിരി ശോകമാണ്. ഓക്കെ, നമുക്ക് ഡോണറ്റ് അടിച്ച് നോക്കാം. സ്റ്റിയറിംഗ് ഒക്കെ ശോകമാണ്. ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു പ്രോപ്പർ ടോയ് ഗ്രേഡ് എന്ന് തന്നെ നമുക്ക് പറയാം. പവറൊന്നുമില്ല, ചെറിയൊരു പവറേ ഉള്ളൂ. അപ്പോൾ നമുക്കൊരു ഇൻഡോർ പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടോയ് എന്നേ ഇതിനെ പറയാൻ വേണ്ടി പറ്റുള്ളൂ. സ്പീഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ലാത്തൊരു സ്പീഡുണ്ട്. അവർ ക്ലെയിം ചെയ്യുന്നത് 15 കിലോമീറ്ററാണ്. അപ്പോൾ ഏകദേശം അതിനടുത്ത് തന്നെ നമുക്ക് കിട്ടും എന്ന് തോന്നുന്നു. 15 എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും കിട്ടണം. 10 കിട്ടുമായിരിക്കും നോക്കും. ഇത് ഞാൻ വട്ടം കറക്കണമല്ല കേട്ടോ, തന്നെത്താനെ തിരിയുന്നതാണ്. ഞാൻ കുറച്ചേ തിരിക്കുന്നുള്ളൂ. ഓക്കെ, ഇതേ ഇറങ്ങിപ്പോണം തിരിച്ച്. ഫുൾ സ്പീഡ് എന്തുകൊണ്ടാണ് നോക്കാം. ബാക്ക് റിവേഴ്സ്, ഫുൾ സ്പീഡ് ഫ്രണ്ട്. ഏകദേശം ഒരു സ്പീഡിൻ്റെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ JJRC 76 72 ബഗ്ഗി. അത്രേ പറഞ്ഞിട്ടുള്ളൂ. ഇതിനകത്ത് ബഗ്ഗി റേസിംഗ് എന്ന് മാത്രമേ നമ്മുടെ ബോക്സിലും പറഞ്ഞിട്ടുള്ളൂ. സോ 120th സ്കെയിലാണ്. അതുപോലെ തന്നെ 2.4 GHz ആണ്. പക്ഷേ ഇതൊരു പ്രോപ്പർ ടോയ് ഗ്രേഡ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ബാങ്ക്വുഡ് സൈറ്റിൽ ഇത് പറഞ്ഞിരുന്നത് 4 വീൽ ഡ്രൈവ് എന്നാണ്. ഇത് ഒരിക്കലും 4 വീൽ ഡ്രൈവ് അല്ല. ഇത് ശരിക്കും കണ്ടോ
2 വീൽ ഡ്രൈവ് മാത്രമാണ്. നമ്മളിപ്പോൾ പുറത്ത് പോയി ഓടിച്ചിട്ട് വന്നതുകൊണ്ടാണ് കേട്ടോ ഇതിനകത്ത് മൊത്തം മണ്ണും കാര്യങ്ങളൊക്കെ കയറിയിരിക്കുന്നത്. സോ ഇതൊരു ഇൻഡോർ പിള്ളേരുടെ ടോയ് ഗ്രേഡ് കാറ് മാത്രമാണ്, പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നമുക്ക് ജസ്റ്റ് ഒരു ആ ലുക്കിന് വേണ്ടിയിട്ട് എടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇങ്ങനെ ആ ഒരു ലുക്ക് കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. കറക്റ്റ് നമ്മുടെ ആ ഒരു പബ്ജി കളിക്കുന്നതുകൊണ്ട് മാത്രം നമുക്ക് അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് തോന്നിയിട്ടാണ് ഞാനിത് എടുത്തത്, അല്ലാതെ വേറൊന്നും കൊണ്ടുമല്ല. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടോയ് ഗ്രേഡ് അല്ല എന്നിത് പറയാൻ ഒരു പോയിന്റും ഇതിനകത്ത് ഇല്ല. സ്റ്റിയറിങ് ഓൾ ഓർ നത്തിങ് ആണ്. അതുപോലെ തന്നെ ത്രോട്ടിലും അതുപോലെ തന്നെ ഫുള്ള് സ്വിച്ചാണ്. നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി പറ്റും കണ്ടോ, സ്വിച്ചാണ്. ത്രോട്ടിലും അതുപോലെ തന്നെ സ്വിച്ച് തന്നെയാണ് വരുന്നത്. സോ ബോക്സിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനങ്ങളാണ് വരുന്നത്. അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷൻ മാനുവൽ ഉണ്ട്, അത് ഈ ബോക്സിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. ബോക്സിൻ്റെ അകത്ത് തന്നെ ഇരിപ്പുണ്ട്, അതിപ്പോൾ എടുക്കുന്നില്ല. അതല്ലാതെ നമുക്ക് ചാർജർ വരുന്നുണ്ട് ഇതിൻ്റെ ഒപ്പം തന്നെ. ചാർജിങ് ടൈമിൽ ഒരു റെഡ് ലൈറ്റ് കത്തി കിടക്കും. ഫുൾ ചാർജ് ആയി കഴിഞ്ഞാൽ റെഡ് ലൈറ്റ് കിടും, അത്രേ ഉള്ളൂ, വേറെ സംഭവങ്ങളൊന്നുമില്ല. ഏകദേശം ചാർജ് ചെയ്യാൻ എനിക്ക് തോന്നുന്നു 1 മണിക്കൂറോട് എടുത്തു എന്ന് തോന്നുന്നു. അതുപോലെ തന്നെ റൺ ടൈം ഏകദേശം ഒരു 10-15 മിനിറ്റിനടുത്ത് നമുക്ക് കിട്ടണം. ചെറിയ മോട്ടറും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് 15 മിനിറ്റ് എന്തായാലും സുഖമായിട്ട് കിട്ടും. സോ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിള്ളേരുടെ ടോയ് ഗ്രേഡ് മാത്രമാണ്. അതുപോലെ തന്നെ റേറ്റും ഏകദേശം അത്രയൊക്കെ തന്നെ ഉള്ളൂ. എന്നാലും അത്യാവശ്യം റേറ്റ് ഉണ്ട്. ഞാൻ നോക്കിയിട്ട് എനിക്ക് തോന്നുന്നു 1300 സംതിങ് എന്തോ ആയിരുന്നു തോന്നുന്നു. ഞാൻ എന്തായാലും ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഇടാം, അപ്പം നിങ്ങൾക്ക് പോയി ചെക്കൗട്ട് ചെയ്യാം. ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തായാലും ഒരു വീഡിയോ ഒന്നും വരുന്നില്ല, കാര്യം വെറും ടോയ് ഗ്രേഡ് ആണ്. ഇതിന് 2 വീഡിയോ കൂടുതൽ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. സോ അത്രേ ഉള്ളൂ ഗായ്സ്. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. കൂടുതൽ ഇതിനെക്കുറിച്ച് എനിക്കും അറിയാൻ പാടില്ല. ടോയ് ഗ്രേഡാണ്, വർക്ക് ചെയ്യുന്നുണ്ട്. സ്റ്റിയറിങ്ങും ഇതെല്ലാം പ്രൊപ്പോഷണൽ അല്ല, ടോട്ടൽ ടോയ് ഗ്രേഡാണ്. ഇത്രേ ഉള്ളൂ. ടോയ് ഗ്രേഡിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോക്ക് ലെങ്ത് കൂട്ടുന്നില്ല. സോ എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ വേറെ എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റിംഗ് ഗാഡ്ജറ്റ്സോ അല്ലെങ്കിൽ RC ആയിട്ട് വരാം. അതുവരത്തേക്കും